അല്ല, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു. പക്ഷേ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത്. അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത്. ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ. അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത്. സത്യം പറഞ്ഞ വലിയ മനസ്സാ മാഷ ഇങ്ങടേത്. നിങ്ങടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ. എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ. തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം. കൂട്ടിന് മൂസൂട്ടി ഉണ്ടാവും. ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല. മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത്. ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം. ഓരോ മതത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഇസ്ലാം മതം എന്താണെന്ന് അറിയോ? ഇല്ല. പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് നബീസുവിനെ വിവാഹം ചെയ്യണം. അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ? എന്താണെന്നും വേണ്ടാത്തത്? ലാ ഇക്റാഹ ഫിദ്ദീൻ. ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്, മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന്. മതം മാറ്റം കൊള്ളാം, അതിനു മുമ്പ് മതത്തെ പഠിക്കണം, അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതം മാറ്റം. ഒരു പെണ്ണിനോടുള്ള മോഹം, അവളെ നേടാനുള്ള ആവേശം, അത് കഴിഞ്ഞാൽ മതം ഒരു ഭാരമായി മാറും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അതുകൊണ്ട് തീരുമാനം ബാലിശമാകരുത്. ഒരിക്കൽ കൂടി മനസ്സിരുത്തി ആലോചിക്കൂ. എന്നിട്ട് എന്നെ വന്ന് കാണും. ഇൻഷാ അല്ലാഹ്. ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം. ഈ മതം എന്നൊക്കെ പറയുന്നത് പിള്ളേരുകളിലല്ലോ. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളിയന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്. അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. പൊന്നാനി കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മൂസുട്ടി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്, ആണോ? അതല്ല, ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തിൽ ഈ കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യോ? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മിഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട. മെഷീന് വല്ല കയ്യബത്തോ പറ്റിയാ. ഇങ്ങോട്ട് വന്നേ. നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കുന്നത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ. വലൈക്കും അസ്സലാം. തുടക്കം തന്നെ പഠിച്ചു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇൻഷാ അല്ലാഹ്. ഫക്കീർ സുൽത്താനായാലും തെണ്ടല് മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാമു അലൈക്കും. ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു.
ഇക്കായിക്ക് അറിയില്ല. തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. എന്റെ അമ്മോ, ഈ സമയത്ത് നിസ്കാരമാ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അമ്മോ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ പറയാ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരാക്കി മാറ്റാം. തുന്നത്ത് കഴിഞ്ഞുള്ളൂ കമാലിതിനെ. ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമുഹമ്മദേ, ആ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. ഉം? എന്താ മാധവൻ നായരെ? ഓ അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. പൊന്നാനിന്ന് പുറപ്പെടാൻ താമസിച്ചു. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. എന്നാട്ടെ. എന്റെ അല്ലോ, നീട്ടിയുടെ പെരുന്നാളായിരിക്കും. ചെറിയ കിട്ട് കാണിക്കേ. കല്യാണ വീട്ടിലെ പുയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്തോ? ശവം ശവം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കണ ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. ആ കാലോ? നോക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ട. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാ, ഏ? അല്ലാന്ന് വിളിക്കടാ. എന്റെ അല്ലോ! സോറി. മെത്രാനെത്തി. കണ്ണനെന്തേ? കണ്ണനല്ല, കമാലുദ്ദീൻ. എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ. ആ, മാഷ് പറഞ്ഞത് അതിന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായ മതി. കണ്ണാ, കമാലുദ്ദീനെ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വയ്ക്കുന്നത്. സിസ്റ്റേഴ്സ്, ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല, അതിൽ കൂടെ കുറച്ച് ലാറ്ററിനും പാസ് ചെയ്യാം. അപ്പൊ 1-നും 2-നും 3-നും പോവാം. വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ടല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. പൊര നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. കമാലുദ്ദീനെ കണ്ട? ഇല്ല. ഇതെങ്ങനെ പോയത്? വേറെ കമാലൊരു പുയ്യാപ്പിളയുടെ പേരാ. സുലൈമാനി, അങ്ങോട്ട് അവന്റെ ഒരു കച്ചവടം. നിങ്ങൾ നമ്മൾ എവിടൊക്കെ തപ്പി? എന്താ ഇപ്പോഴേ പൊരേന്റെ ഉള്ളില്? അയ്യോ, തറയാ. അറിയാല മണിയറ കാണാൻ കനാലുദ്ദീൻ. മോഹം. ഇപ്പം മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? ഇല്ല, കാണാൻ പറ്റിയില്ലെങ്കിൽ ആ, നിക്കാഹൊന്ന് കയ്യേറ്റ എന്നെ നമ്മൾ അറയിലിട്ട് പൂട്ടും. അവന് മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? ഞമ്മക്കൊന്നുമില്ല നീ. പഠിച്ച പിന്നെ വെറുതെ നിൽക്കുമ്പോ ഒരു വരച്ചിലുണ്ടോന്ന് സംശയം. കണ്ടപൂച്ച കൊറേ ആയിങ്ങനെ ഫോളോ ചെയ്യണേ. കമാലുദ്ദീൻ ഇവിടെ നിൽക്കണം. മെത്രാനെത്തി. മെത്രാനാ? തങ്ങള്. പെങ്ങളല്ല തങ്ങള്. ആ, ചടങ്ങിന് സമയമായി. വാ 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 വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയി വാടാ. കണ്ണാ, കമാലുദ്ദീൻ. കമാലുദ്ദീനെ ആരാ? നിന്റെ അച്ഛനാ. മത്തായി ഉണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ആ, ഇപ്പോഴേ ഇത്ര വെപ്രാളമായാലോ? വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. ആഹാ, രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല, ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ വന്നോളൂ. അതെ അച്ഛാ, ഈ അല്ലായും കൃഷ്ണനും ക്രിസ്തു എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്തു പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിൽക്കുക. നിക്കാഹിന് സമയമായി. പുതിയ വന്നാട്ടെ. വരൂ. എന്നെ കൊണ്ടോണു. ഞാൻ ഇവിടെ ഒരാളെ കണ്ട. വാ. അയ്യോ. നീ അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല. കൂടെ വന്നതും ഞാനല്ല. എന്താ? എന്തു പറ്റി? അള്ളാഹുവിന്റെ നാമത്തിൽ നടക്കുന്ന പുണ്യകർമ്മമായതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവൻ ഇസ്ലാമല്ല. തങ്ങൾ എന്താണ് ഈ പറയണത്? പൊന്നാനിയിൽ വെച്ച് തങ്ങളല്ലേ ഓനെ മതം മാറ്റിയത്? പൊന്നാനിയിൽ വന്നു എന്നത് നേര് തന്നെ, പക്ഷെ മതം മാറിയിട്ടില്ല. സത്യമാണോ ഞാൻ കേട്ടത്? ആണോ? സത്യമാണ്. മൂസൂട്ടി, എന്താ നമ്മൾ ഈ കേൾക്കണത്? ക്ഷമിക്കണം,
എന്റെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാ നീ. ഈ കള്ളക്കാഫറിന്റെ കൂടെ കൂടി എന്നെ ചതിച്ചു അല്ലടാ. തങ്ങൾ ഉപദേശിച്ചപ്പോ അള്ളാഹുവിനെ പറ്റിക്കുന്നതിലും ഭേദം ഹാജിക്കെ പറ്റിക്കുന്നതാന്ന് തോന്നി, അതുകൊണ്ടാ. കൊല്ലും ഞാൻ നിന്നെ. കല്യം കൊല്ലുമൊക്കെ വേണ്ടത് ഇവനെയല്ല, നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി കള്ള പന്നീനെയാണ്. ഈ തറവാട്ട് മുറ്റത്തിന്റെ മയ്യത്തി നമ്മൾ ഒരുക്കും. ഇസ്ലാമിന്റെ ചോരയാണ് നമ്മുടെ ശരീരത്തിൽ ഓടണമെങ്കിൽ തല്ലി കൊലടായി. അയ്യോ നമ്മുടെ മോനെ. ഒന്ന് നിർത്താൻ പറയൂ. നിങ്ങളാരും മനുഷ്യരല്ലേ? ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല. ബുദ്ധിമുട്ടുണ്ടാക്കിയത് ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ട് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഈ അച്ഛൻ മാപ്പി ചോദിക്കുന്നു. തല്ലാനും കൊല്ലാനും അല്ലല്ലോ, സ്നേഹിക്കാനല്ലേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അവനെ രക്ഷിച്ചൂടെ? എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലേ? എങ്ങനെയാ ഞാനീ കടം വീട്ടുക? ഈ മുത്തിനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. മക്കത്ത് പോകാതെ തന്നെ ഉണ്ണിയും കിട്ടിയ മുസൽമാൻ. മോളൂട്ടി, തറവാട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ ഇവിടെ നിക്കാഹിന് മുമ്പ് തന്നെ ഇക്ക നേർച്ച നേർന്നതാ. ഹാജിക്കാന്റെ പൊരയിലാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. അതിനെന്താ, ദൈവത്തിനുള്ള നേർച്ചയല്ലേ, നടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേക്കൂ, കൈമാറിയാൽ അപ്പ ശീലക്കേടാ. അതിന് നിന്റെയും ആർക്കെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ? മോക്ക് എന്തെന്നാ പേരിട്ട്? അമ്മ വിളിക്കണത് പൊടിമോളെന്നാ. വെറുതെ ഒന്ന് വിളി കേൾക്കാൻ എന്റെ മോളുടെ പേരിട്ടു. മരുമകളെ അല്ല, മയ്യത്താ നിന്റെ അമ്മമാരനെ ഏൽപ്പിച്ചത്. പിന്നെ എന്തിനാ ഇപ്പൊ രക്തബന്ധോ? കുട്ടികളില്ലാത്തവരല്ലേ? മനസ്സിലിരിപ്പ് ശരിയല്ല, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവുക? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു ചടങ്ങ്, ആ ചടങ്ങിന്റെ അന്ന് തെരുവ് പട്ടിയെ പോലെ തല്ലിച്ചയച്ചത് തന്നെ ഒന്നും മറക്കാൻ പറ്റണില്ല. പൊടിമോളിയും കൊണ്ട് ചെല്ലൂന്ന് കരുതി അവിടെ ചടങ്ങൊരുക്കം തുടങ്ങി. വേണ്ട, നമ്മുടെ കുഞ്ഞിന് അങ്ങനെ ഒരു ആചാരവും കർമ്മവും ഒന്നും വേണ്ട. ജാതി മതമൊന്നുമില്ലാതെ അതൊരു മനുഷ്യക്കുഞ്ഞായി വളർന്നോട്ടെ. അല്ലാ, ഈ ശൈത്താനെ എപ്പോ തുറന്നു വിട്ടത്? എന്നെ ഇട്ടേച്ച് പോകല്ലേ മുതലാളി. തിരിച്ചു നിർത്തണ. അങ്ങോട്ട് തിരിഞ്ഞേക്ക് മുതലാളി. ജമാലിക്കൊക്കെ ഒന്ന് കുത്താനല്ലേ. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? കൊലക്കുറ്റത്തിനല്ല ഞാൻ ജയിലിൽ പോയത്, പക്ഷെ ഇപ്പൊ ഒരു കൊല ചെയ്യാനാ ഞാൻ വന്നത്. അല്ലാഹ് സത്യം, നബീസ് ഉമ്മളെ കൈവിട്ടു പോയി. എന്നെ കൊല്ലരുത്. എന്റെ സുന്ദരിയായ പെങ്ങൾക്ക്